ശ്വസിക്കുന്ന വായു ഉണ്ടല്ലോ, ഇറ്റ് ഡിവൈഡഡ് ഇൻ ടു 5 പാർട്ട്. നിങ്ങൾ അമ്പലങ്ങളിലൊക്കെ തൊഴാൻ പോകുന്ന സമയത്ത് നിവേദ്യമൊക്കെ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ മുദ്രകൾ കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഈ മുദ്രകൾ കാണിക്കുമ്പം ഇതിൻ്റെ പിന്നിൽ ഓരോ മന്ത്രങ്ങൾ ചൊല്ലണം. വെറുതെ ഇങ്ങനെ കാണിക്കില്ല മുദ്രകൾ. അതാണ് ഓം പ്രാണായ സ്വാഹ, ഓം അപാനായ സ്വാഹ, ഓം വ്യാനായ സ്വാഹ, ഓം ഉദാനായ സ്വാഹ, ഓം ബ്രഹ്മണേ സ്വാഹ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ, ഭഗവാനോട് അനുഭവിക്കൂ എന്ന് പറയുമ്പോൾ 5 പ്രാണൻ്റെ പേരാ പറയുന്നത്. ആ പ്രാണനാണ് പ്രാണവായു, അപാനവായു, വ്യാനവായു, ഉദാനവായു, സമാനവായു. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കയറില്ല. കുറച്ചൊരു പരിചയമില്ലാത്തവരാണെങ്കിൽ കയറില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കൂ നിങ്ങൾ. പുറമേയുള്ള വായു അകത്തേക്ക് വരുമ്പോൾ ആ വായുവിനെയാണ് അപാനവായു എന്ന് പറയുന്നത്. ഏതാണ്? അപാനവായു. ഉള്ളിലേക്ക് കയറുന്നത്. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വായുവിനെ പ്രാണവായു എന്ന് പറയുന്നു. ഏതാത്? പ്രാണവായു. അതുകൊണ്ടാണ് നമ്മളൊരു ആൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? അയാളുടെ പ്രാണൻ പോയി എന്നുള്ള ശബ്ദം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി ആ വായുവിൻ്റെ ഒരു അംശം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ കൂടുന്നു. ആ ദഹിപ്പിക്കാൻ കൂടുന്ന വായുവിനെയാണ് വ്യാനവായു എന്ന് പറയുന്നത്. അതിനാണ് വൈശ്വാനരം എന്നുള്ള ശബ്ദം വന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ലേ? ആയുർവേദത്തിലൊരു ഗുളികയുണ്ട്, വയർ അപ്സെറ്റായി കഴിഞ്ഞാൽ തരുന്നൊരു ഗുളികയുണ്ട്. അതിൻ്റെ പേര് വൈശ്വാനര ഗുളിക എന്നാണ്. അപ്പോൾ വൈശ്വാനരം എന്ന് പറഞ്ഞാൽ വായുവിന് ഈ എന്താണ് ഉള്ളിലുള്ള ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന വായുവാണ്. പിന്നെ അത് കഴിഞ്ഞ് ബ്ലഡിനെ സർക്കുലേറ്റ് ചെയ്യാൻ ബ്ലഡിലേക്കൊരു അംശം വായു കയറുന്നുണ്ട്. അതിനെ പറയും സമാനവായു. എല്ലായിടത്തും സമാനമായിട്ട് ശക്തിയെ, ഈ രക്തത്തെ എത്തിക്കുന്ന വായു. അത് കഴിഞ്ഞ് നമ്മുടെ ഉള്ളിൽ നിന്ന് മലമൂത്രങ്ങളൊക്കെ പുറത്തേക്ക് പോകണമെങ്കിൽ അതിനൊരു പ്രഷർ കൊടുക്കേണ്ടതുണ്ട്. അത് ചെയ്യുന്നത് ഉദാനവായു. അപ്പം ആരൊക്കെയാണ്? ഒരേ വായു പ്രാണനായി, അപാനനായി, വ്യാനനായി, സമാനനായി, ഉദാനനായി. ഇപ്പം എത്ര ഈ സാധനങ്ങൾ? ഇത് 5 പഞ്ചഭൂതങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, അതിലൂടെ 5 അനുഭവങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, പിന്നീട് 5 പ്രാണൻ. ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിലുണ്ടോ? ഉണ്ടോ? തപ്പി നോക്കൊന്നും വേണ്ട, എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ഇങ്ങനെ മൊത്തം 20 എണ്ണം. ഇനി ഏതൊക്കെയാണ് ഉള്ളത്? മനോബുദ്ധ്യരഹങ്കാര ചിത്തമിത്യന്തരാത്മകം ചതുർദ്വാലക്ഷ്യതേ ഭേദോ വൃത്യാലക്ഷണരൂപയാ. ഇനി അടുത്തതാണ്, ഇപ്പം ബാഹ്യകരണങ്ങളെ വിട്ടു, ഇനി അന്ധക്കരണം. ഏതൊക്കെയാണത്രേ? നിങ്ങൾ കിടന്നുറങ്ങണു. നിങ്ങൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഉണരുന്നു. ശരീരമാണോ ഉണരുന്നത്? അല്ല, ഉണരുന്നത് മനസ്സ്. മനസ്സുണർന്നതിന് ശേഷം ആ ഒരു നിമിഷം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ആദ്യം തന്നെ മനസ്സൊരു ചോദ്യം ചോദിക്കും, സമയം എത്രയായിന്ന്. അങ്ങനെ ഉണർത്തുകയും പ്രവർത്തിപ്പിക്കുകയും ചോദിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന സാധനത്തിൻ്റെ പേരാണ്, സംശയിപ്പിക്കുകയും ചെയ്യുന്ന സാധനത്തിൻ്റെ പേരാണ് മനസ്സെന്ന് പറയുന്ന ശക്തി. അപ്പം അതിന് ഇത്രയും കഴിവുകളൊക്കെ ഉണ്ട്. ഉണർത്താനുള്ള കഴിവുണ്ട്, പ്രവർത്തിപ്പിക്കാനുള്ള കഴിവുണ്ട്, ചിന്തിപ്പിക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ സംശയിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇതൊക്കെ ഉണ്ട് അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ. ഇനി അതിനെ സ്നേഹിക്കാനുള്ള കഴിവുണ്ട്, കാരുണ്യം കാണിക്കാനുള്ള കഴിവുണ്ട്, ദയ കാണിക്കാനുള്ള കഴിവുണ്ട്, അങ്ങനെയൊക്കെയുള്ള കഴിവുകളുണ്ട്. ഇനി അതിനെ വെറുക്കാനുള്ള കഴിവുണ്ട്, ഭയം കാണിക്കാനുള്ള കഴിവുണ്ട്, ദുഃഖിക്കാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ നെഗറ്റീവ് കഴിവുകൾ ഇതൊക്കെ മനസ്സിനുണ്ട്. അതായത് പൊതുവെ പ്രവർത്തിക്കുന്ന, ഉള്ളിൽ പ്രവർത്തിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ശക്തിയുടെ പേരാണ് മനസ്സെന്ന് പറയുന്നത്. ഉള്ളിലുള്ള കരണം ഉണർത്തുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യാം. അത് ദുഃഖം പ്രവർത്തിപ്പിക്കാം, ഭയം പ്രവർത്തിപ്പിക്കാം, നല്ലത് പ്രവർത്തിപ്പിക്കാം, ഏത് രീതിയിലായാലും കുഴപ്പമില്ല. ഇനി മനസ്സുണർന്നു കഴിഞ്ഞാൽ സംശയിച്ചു എത്രയെന്നുള്ളത്, അതിന് ഉത്തരം പറയുന്നത് ബുദ്ധിയാണ്. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിന് വ്യക്തത കൊടുക്കുന്ന ആ ഫാക്കൽറ്റിയുടെ പേരാണ് ബുദ്ധി. ബുദ്ധി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുന്നത് ബുദ്ധി. നിശ്ചയാത്മിക ബുദ്ധി. സങ്കല്പം ചെയ്യുന്നത് മനസ്സും നിശ്ചയിക്കുന്നത് ബുദ്ധിയുമാണ്. എല്ലാവർക്കും ഉണ്ടല്ലോ അത്. എന്ന് വയ്ക്കുക. ഇനി മൂന്നാമത്തത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കി ഉത്തരം പറയണമെങ്കിൽ ഇതെല്ലാം നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കണം.
റെക്കോർഡ് ചെയ്യാത്തൊരു സാധനം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നില്ല. ഉള്ളിലുള്ളതേ പുറത്തു വരുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇപ്പോൾ അമ്മമാരാണെങ്കിൽ രാവിലെ എണീറ്റ് അടുക്കളയിൽ കയറിക്കഴിഞ്ഞാൽ എവിടെ എന്ത് വെച്ചു എന്നുള്ളത് നിങ്ങളുടെ കൈ തപ്പണമെങ്കിൽ മനസ്സ് പറയും ഇവിടെ തപ്പൂന്ന്. അപ്പോൾ ബുദ്ധി പറയും അവിടെ തന്നെ തപ്പണമെന്ന്. ബുദ്ധിക്ക് ഇത് പറയാൻ സാധിച്ചത് എങ്ങനെയാണ്? അത് അവിടെയാണ് വെച്ചത് എന്നുള്ളൊരു ഓർമ്മ നമ്മുടെ ഉള്ളിലുണ്ട്. ഓർമ്മകളുടെ ശേഖരം, അനുഭവങ്ങളുടെ ശേഖരം. ഈ അനുഭവങ്ങളുടെ ശേഖരത്തെയാണ്, ഓർമ്മകളുടെ ശേഖരത്തെയാണ് ചിത്തം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ എല്ലാം ഹാർഡ് ഡിസ്കിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ ഹാർഡ് ഡിസ്ക്, എല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ട സാധനം, അതിനെ ചിത്തം എന്ന് പറയും. എല്ലാ ഓർമ്മകളുടെയും ശേഖരം, നല്ലതും ചീത്തതൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുന്നത് എവിടെയാണ്? ചിത്തത്തിലാണത്. മെമ്മറി പവർ, അതിനെ ചിത്തം എന്ന് വിളിക്കും. ഇനി നാലാമത്തതാണ് ഈ മനസ്സിലും ബുദ്ധിയിലും ചിത്തത്തിലും. ചിത്തം എന്ന് പറഞ്ഞാൽ സംസ്കാരം എന്നൊക്കെ അർത്ഥമെടുത്തോളൂ നിങ്ങൾ. ഇതിലെല്ലാം കൂടി ചേർന്ന് പ്രകാശിക്കുന്ന ആ ചൈതന്യം, അതിലുണ്ടാവുന്നൊരു തോന്നലാണ് ഞാൻ എന്ന തോന്നൽ. ഇപ്പം ഞാനെന്നൊരു ഭാവം, ഞാനൊരാണാണ്, ഞാനൊരു പെണ്ണാണ്, ഞാനൊരു കഴിവുള്ളവനാണ്, അറിവുള്ളവനാണ്, എനിക്ക് ഈ ശക്തിയുണ്ട്, എൻ്റെ കയ്യിൽ ഇത്രയും സമ്പത്തുണ്ട്, എൻ്റെ കുലം ഇതാണ് എന്നെല്ലാം അഭിമാനിക്കുന്ന ഒരു അഭിമാനം, അതായത് മനസ്സിലും ബുദ്ധിയിലും ചിത്തത്തിലും ചേർന്ന് പ്രകാശിക്കുന്ന ആ ഒരു ചൈതന്യം, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? അഹങ്കാരം. അപ്പോൾ എത്രണ്ണമായി? മനസ്സായി, ബുദ്ധിയായി, ചിത്തമായി, അഹങ്കാരമായി. ഇതൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു തലത്ത് തന്നെയാണ്. മൊത്തത്തിൽ നമ്മൾ തലച്ചോറ് എന്ന് പറയില്ലേ, ആ സാധനം തന്നെയാണ്. പക്ഷെ തലച്ചോറല്ല ബുദ്ധി, അങ്ങനെ കണക്കാക്കരുത്. ബുദ്ധി എന്ന് പറയുന്നത് തലച്ചോറാകുന്ന ഇൻസ്ട്രുമെൻറ്റിലൂടെ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് ബുദ്ധി. ഒരാൾ മരിച്ചു പോയാലും അയാളുടെ തലച്ചോറ് അവിടെ ഉണ്ടാവില്ലേ? ഉണ്ടാവുമോ? വെട്ടി പൊളിച്ച് നോക്കിയാൽ അയാളുടെ തലച്ചോറുണ്ടാവും. എന്നാൽ അയാളുടെ ഉള്ളിൽ ബുദ്ധി കാണാൻ പറ്റുമോ? അയാളുടെ മനസ്സ് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പം മനസ്സ്, ബുദ്ധി എന്ന് പറയുന്നത് തലച്ചോറാകുന്ന ഇൻസ്ട്രുമെൻറ്റിലൂടെ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ്. അതിന് രൂപഭാവങ്ങളില്ല. ഏതിന്? ബുദ്ധിക്ക് രൂപമില്ല എന്ന് മാത്രമല്ല, മനസ്സിനും രൂപമില്ല. അതുകൊണ്ടാണല്ലോ ചിലർ പറയാറ് എനിക്ക് തന്നെ ഒരു രൂപമില്ല എന്നുള്ളത്. അപ്പം മനസ്സിനും രൂപമില്ല, ബുദ്ധിക്കും രൂപമില്ല, ചിത്തത്തിനും രൂപമില്ല, അഹങ്കാരത്തിനും രൂപമില്ല. പക്ഷെ ഇവർക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. രൂപമില്ലാത്ത ഇവർക്ക് ഏത് രൂപത്തെയും സ്വീകരിക്കാനും സാധിക്കും, ഏത് രൂപത്തെയും വിടാനും സാധിക്കും. മനസ്സിലായില്ലേ സ്വാമി? ശിശുവിൻ്റെ രൂപം നമ്മുടെ മനസ്സെടുത്തു. ആ ശിശുവിൻ്റെ രൂപം വിടാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട്? മനസ്സിന് സാധിച്ചിട്ടില്ലേ? അത് പിടിച്ചു വെച്ചിട്ടുണ്ടോ? അത് മാറി. ബാല്യത്തെ എടുക്കാൻ സാധിച്ചു, ബാല്യത്തെ വിടാൻ സാധിച്ചു. കൗമാരത്തെ എടുക്കാൻ സാധിച്ചു, കൗമാരത്തെ വിട്ടു. യൗവനത്തെ എടുക്കാൻ സാധിച്ചു, യൗവനത്തെ വിട്ടു. മധ്യവയസ്കതയെ എടുക്കാൻ സാധിച്ചു, അതിനെ വിടും. ഇനി വാർദ്ധക്യത്തെയും എടുക്കും, വാർദ്ധക്യത്തെയും വിടും. അത് നമ്മുടെ സ്വപ്നാനുഭവം തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. സ്വപ്നത്തിൽ പല രൂപങ്ങൾ എടുക്കാനും നമുക്ക് സാധിക്കും, പലതുമായി തീരാൻ സാധിക്കും. സ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന സമയത്ത് അതെല്ലാം വിടാനും നമുക്ക് സാധിക്കും. അപ്പം രൂപങ്ങൾ എടുക്കാനും രൂപങ്ങൾ വിടാനും സാധിക്കുന്ന ഫെസിലിറ്റിയാണ് ഏത്? ഈ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. നമുക്ക് ലൗകികമായ എല്ലാ അറിവുകളും ചിത്തത്തിലുണ്ടെങ്കിലും ആധ്യാത്മികമായ അറിവ് ചിത്തത്തിലില്ലാത്തതിന് കാരണം നാം അതിനെ വേണ്ട വിധത്തിൽ അവിടെ എന്ത് ചെയ്തിട്ടില്ല? സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ല. അപ്പം നമ്മൾ എത്രത്തോളം സ്റ്റോർ ചെയ്യുന്നോ അത്രത്തോളം നമുക്കത് കിട്ടും. അത് സ്റ്റോർ ചെയ്യാത്തോടത്തോളം കാലം നമുക്കത് കിട്ടില്ല. കിട്ടിയിരിക്കുന്ന ആത്മീയത എന്നൊക്കെ പറയുന്നത് ഈശ്വരനെ രൂപഭാവത്തോടു കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ദൈവം എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ഈശ്വരൻ്റെ രൂപഭാവങ്ങൾ വരുന്നത്. നമ്മളതിനെ താത്വികമായി ഉറപ്പിച്ചിട്ടാണ് ചിത്തത്തിൽ ഉറപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഏതറിവാ വരിക? നിങ്ങൾക്ക് ആത്മാവെന്നും പുരുഷനെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സർവത്ര നിറഞ്ഞിരിക്കുന്ന ഒരു ശക്തിയിലാണ് മനസ്സും ബുദ്ധിയും ഒക്കെ നിൽക്കുന്നത് എന്ന്. അപ്പം ഇതൊക്കെ നിശ്ചയിക്കുന്നത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ചിത്തത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള സ്മരണ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭാഗവതത്തിൽ പറയുന്നത് അന്തേ, അവസാനം മരിക്കുന്ന സമയത്തുണ്ടല്ലോ, നാരായണ ദർശനമല്ല വേണ്ടത്, നാരായണ സ്മൃതിയാണ് വേണ്ടത് എന്ന്. അപ്പം അത്രത്തോളം നമ്മുടെ ഉള്ളിൽ ആ കാര്യം ചിത്തത്തിൽ നമ്മളത് ഉറപ്പിച്ചിരിക്കണം. അല്ലെങ്കിൽ ആ സ്മരണ വരില്ല. ആ സമയത്ത് എന്തൊക്കെ സ്മരണയെ വരിക നമുക്ക് പറയാൻ പറ്റില്ല. മരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് വരിക എന്ന് പറയാൻ പറ്റുമോ? ഒരാൾക്കും പറയാൻ പറ്റില്ല. ഒരു ആളുടെ കഥ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഉള്ളൊരനുഭവമാണ്. അങ്ങോർക്ക്
3 മക്കളാണ്. വലിയൊരു സംസ്കാരത്തിലൊക്കെ ഉള്ള ഒരാളായിരുന്നു അദ്ദേഹം. ഭാഗവതമൊക്കെ കുട്ടിക്കാലത്ത് കേട്ടതുകൊണ്ട് അദ്ദേഹത്തിനൊരു മോഹം, മരിക്കണ സമയത്ത് നാരായണ എന്ന് വിളിച്ച് മരിക്കണം. അപ്പം അതിനിപ്പോൾ എന്താ വഴി? 3ാമത്തെ മകന് നാരായണൻ തന്നെ പേരിടണം, അതായത് ഏറ്റവും താഴെയുള്ളവന്. അപ്പം മുകളിലുള്ളവന് പേരിട്ടു ഹരികൃഷ്ണൻ എന്ന് പേരിട്ടു, 2ാമത്തവന് ജയകൃഷ്ണൻ എന്ന് പേരിട്ടു, 3ാമത്തവന് നാരായണൻ എന്ന് പേരിട്ടു. അപ്പോൾ കൂടുതൽ വാത്സല്യം എപ്പോഴും നാരായണനോടാണ്. അങ്ങവർക്കൊരു ചെറിയ കടയൊക്കെ ആയിരുന്നു. അങ്ങനെ കാലം മുന്നോട്ട് പോയി. മക്കൾ 3 പേരും പഠിച്ച് വലുതായപ്പോൾ പറഞ്ഞ് ജോലിക്കൊന്നും പോണ്ട, ഈ കട അങ്ങോട്ട് വികസിപ്പിക്കാം, കാരണം ടൗണിലാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? അച്ഛൻ സ്മാൾ സ്കെയിലിൽ തുടങ്ങിയവർ മാൾ സ്കെയിലാക്കി. ഇപ്പം മാളുകളാണല്ലോ കംപ്ലീറ്റ്, വലിയ വലിയ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ പോലെയാക്കി. ഓരോ ഫ്ലോർ ഓരോരുത്തർ മാനേജ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അച്ഛൻ രാവിലെ കട്ടിലിന് എണീക്കുന്ന സമയത്ത് കിട്ടിയൊരടി, ഹാർട്ട് അറ്റാക്ക്, ഭയങ്കര ശക്തിയുള്ള അറ്റാക്ക്. കൊണ്ടുപോയി ICUയിലിട്ടു. ഡോക്ടർ പറഞ്ഞു സ്കോപ്പ് വളരെ കുറവാണ്. കാരണം ഞങ്ങളുടെ സ്കോപ്പിലൂടെയൊക്കെ നോക്കിയപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള സ്കോപ്പ് തീരെ കുറവാണെന്ന്, അതുകൊണ്ട് രക്ഷയില്ല. അപ്പോൾ ഭാര്യയ്ക്ക് ഒരൊറ്റ ആഗ്രഹമുള്ളൂ. പറഞ്ഞു, എൻ്റെ ഭർത്താവ് എത്രയോ ഭാഗവതം കേട്ട ആളാണ്, മരിക്കുന്ന സമയത്ത് നാരായണ എന്ന് വിളിച്ചിട്ട് മരിക്കണം, അജാമലൻ വിളിച്ചതുപോലെ വിളിക്കണം, ഡോക്ടറെ ഒന്ന് അനുഗ്രഹിക്കണം. ഡോക്ടർ പറഞ്ഞു, എന്നാൽ അധികം നേരം ഒന്ന് വൈകിക്കേണ്ട, വേഗം വിളിപ്പിച്ചോളൂ എന്ന്. കാരണം ഇത് എപ്പോഴാണ് പോവുകയെന്ന് പറയാൻ പറ്റില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്, സംഗതി എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ എന്നാൽ കുറച്ച് നേരത്തേക്ക് അദ്ദേഹത്തിന് ബോധം കൊടുക്കാൻ വല്ല വഴിയും. ഡോക്ടർ പറഞ്ഞു 25,000 രൂപ ചിലവാവട്ടോ, ഒരു ഇഞ്ചക്ഷനൊക്കെ ഉണ്ട്, പക്ഷേ സക്സസ് ആവുന്നൊന്നും പറയാൻ പറ്റില്ല, കാശ് പോയിട്ട് നിങ്ങൾ എന്നോട് ബഹളമൊന്നും വെക്കരുത്, ഒരു പക്ഷേ ഒരു മിനിറ്റൊക്കെ കിട്ടിയെന്നൊക്കെ വരും. അപ്പോൾ അമ്മ മക്കളോടൊക്കെ പറഞ്ഞപ്പോൾ മൂത്ത മകൻ പറഞ്ഞു, വെറുതെ കാശ് ചിലവാക്കണ്ട അമ്മേ, കാരണം അച്ഛൻ്റെ സ്വഭാവം വെച്ചിട്ട് മുഴുവൻ എനിക്ക് തോന്നുന്നില്ല നാരായണ എന്നൊക്കെ വിളിക്കുമോ എന്നുള്ളത്. മൂത്ത മകന് നല്ല അറിവ് അച്ഛനെക്കുറിച്ച്. 2ാമത്തെ മകൻ പറഞ്ഞു, അമ്മയുടെ ഒരു ആഗ്രഹമല്ലേ. താഴത്തവൻ പറഞ്ഞു, എന്തായാലും എന്നെ വിളിച്ചിട്ടല്ലേ അച്ഛൻ പോണത്, കൊടുത്തേക്കാം നമുക്ക് കാശ് എന്ന്. കാശൊക്കെ കൊടുത്തു. 3 മക്കൾ ഹോസ്പിറ്റലിൽ നിൽക്കണു. ഡോക്ടർ പറഞ്ഞു വേറെ ആരും ICUയിൽ ഉണ്ടാവാൻ പാടില്ല, ഇവർ 3 പേരേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന്. ഇഞ്ചക്ഷൻ അങ്ങോട്ട് കൊടുത്തതും കാരണം ഒരു പതുക്കെ തുറന്നു. അപ്പോൾ ഡോക്ടർക്ക് വളരെ സന്തോഷമായി, 25,000 രൂപ പോയില്ലല്ലോ. അമ്മ വളരെ അടുത്ത് എന്നിട്ട് കൈയൊക്കെ പിടിച്ചു, മരിക്കാൻ പോവല്ലേ ഭർത്താവ്, എന്നെ മനസ്സിലായി ചോദിച്ചു. മനസ്സിലായി എന്ന്. സന്തോഷമായി. ഇവനെ മനസ്സിലാവണില്ലേ? ആരാ? ഹരികൃഷ്ണനോ? ഭാര്യയുടെ പേര് പറഞ്ഞില്ലെങ്കിലും മകൻ്റെ പേര് പറഞ്ഞല്ലോ. ഇവനോ? 2ാമത്തവനെ മനസ്സിലാവണില്ലേ? മനസ്സിലായല്ലോ, ജയകൃഷ്ണനല്ലേ. 3ാമത്തവനോ? ഈ കഴുതകൾ 3 ഇവിടെ നിന്ന ഷോപ്പിൽ ആരാണ്ടാവുക പിന്നെ? ആ ദേഷ്യം വന്നതും ബ്ലഡ് അടിച്ചു കയറി കഴിയും. ഡോക്ടർ നെഞ്ചത്ത് കൈവച്ചു. മൂത്ത മകൻ അപ്പോഴേ പറഞ്ഞു, അമ്മ 25,000 പോയില്ലേ. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. പറയാൻ പറ്റില്ല, അവസാന സമയം എന്തൊക്കെയാണ് നമ്മൾ വിളിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് പറയാം. അതുകൊണ്ട് അന്തേ നാരായണനെ വിളിക്കുകയല്ല വേണ്ടത്, നാരായണ സ്മൃതിയാണ്. ചിത്തത്തിൽ അത് ഉറയ്ക്കണം. ശരി, അപ്പം മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇങ്ങനെ മൊത്തം എത്രയായി? 24 സാധനങ്ങളാണ് പ്രകൃതിയിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ഇനി അടുത്തത് പറയാണ്, ഇത്രയേ ഉള്ളൂ? അല്ല, ഇനി ആരാ ഉള്ളത്? പറയണു, പ്രകൃതി ഏതാവാനേവ സംഖ്യാതോ ബ്രഹ്മണ സഗുണസ്യ സന്നിവേശോ മയാ പ്രോക്തോ യക്കാല 25 പ്രഭാവം പൗരുഷം പ്രാഹു കാലമേകയതോപയം അഹങ്കാര വിമൂഢസ്യ കർത്തൂ പ്രകൃതിമീയുഷാം ഏതാവാനേവ സംഖ്യാതോ. ഇപ്രകാരം 24 പറഞ്ഞു. ഇനി ഇതിനെയെല്ലാം കൂട്ടിച്ചേർത്ത് വച്ചിരിക്കുന്നത് ആരാണ്? കാലപഞ്ചവിംശക. ഒരാളെയും കൂടി കൊണ്ടുവരികയാണ്. ആരാണത്? കാലമാകുന്ന ശക്തിയാണ്. ഇത് എത്ര കാലം ഇവിടെ ജീവിക്കണം, എന്ന് പോവണം, എന്ന് വരണം എന്നൊക്കെ നിശ്ചയിച്ചത് കാലമാണ്. അപ്പം ഈ ശരീരത്തിൻ്റെ കൂടെ എപ്പോഴും ആരുണ്ട്? കാലമുണ്ട്, കാലനുണ്ട്. എന്നിട്ട് പറയുന്നു, ആരായി കാലൻ, ആരായി കാലം? പറയുന്നു, അന്തപുരുഷരൂപേണ കാലരൂപേണ യോപഹി സമന്വത്യേഷ സത്വാനം ഭഗവാൻ ആത്മമായയാം. അന്തപുരുഷരൂപേണ, ഉള്ളിൽ പുരുഷന്റെ രൂപത്തിൽ, ബഹി പുറത്ത് കാലരൂപത്തിൽ, രണ്ടും ആര് തന്നെയാണ്? ഭഗവാൻ. ആത്മമായ, ആത്മമായ കൊണ്ട്, തൻ്റെ മായ കൊണ്ട് ഭഗവാൻ ഉള്ളിൽ പുരുഷരൂപത്തിലും ഇരിക്കുന്നു, പുറത്ത് കാലരൂപത്തിലും ഇരിക്കുന്നു. അപ്പം കാലനായി നിൽക്കുന്നതും ഭഗവാനാണ്,
ഉള്ളിൽ പുരുഷരൂപത്തിലും ഇരിക്കുന്നത് ഭഗവാനാണ്. വളരെ ശ്രദ്ധിക്കണേ പറയുന്നത്. അതായത് നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങളെ പരിപൂർണമായി മാറ്റാൻ നിങ്ങൾക്കൊരിക്കലും സാധ്യമല്ല. കാലം നിശ്ചയിച്ചു വച്ച അനുഭവങ്ങളിലൂടെ ഈ ശരീരം പോവാൻ ബാധ്യസ്ഥമാണ്. വാർദ്ധക്യം എന്ന് പറയുന്നത് കാലം നിശ്ചയിച്ചതിനെ നിങ്ങൾ എന്തെല്ലാം തരത്തിൽ എന്തെല്ലാം മെഡിസിൻ ഉപയോഗിച്ചാലും പരിപൂർണമായി മാറ്റാൻ അതിനെ സാധ്യമല്ല. സാധിച്ചിട്ടുണ്ടോ? എത്രയെല്ലാം ടെക്നോളജി ഡെവലപ്പ് ചെയ്തു, എന്തെല്ലാം മെഡിക്കൽ സയൻസുകൾ വികസിച്ചു. ഇന്നും മനുഷ്യനെ വാർദ്ധക്യത്തിൽ നിന്ന് ഉയർത്താൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഈ ശരീരത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പരിപൂർണമായി ഒരു ശാസ്ത്രത്തിനും കാലം അങ്ങനെ അതിനെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഈ സമയത്ത് ഈ പ്രായം വരണം, ഈ സമയത്ത് ഈ പ്രായം വരണം, ഈ സമയത്ത് ഇന്ന രോഗങ്ങൾ ഇതിന് വരണം. അത് വന്നേ പറ്റുള്ളൂ, നമ്മളതിലൂടെ കടന്നുപോയേ പറ്റുള്ളൂ. എന്നാൽ അടുത്തത് പറയാണ്, കാലരൂപത്തിൽ പുറത്തിരിക്കുമ്പോഴും ഉള്ളിൽ ഏത് രൂപത്തിലിരിക്കേണ്ടത്? പുരുഷരൂപത്തിലിരിക്കേണ്ടത്. അപ്പം നമ്മൾ കാലരൂപത്തിലിരിക്കുന്ന ഈ ശരീരബോധത്തിൽ നിന്നും മനസ്സിനെ ഏതിലേക്ക് കൊണ്ടുവരണം? പുരുഷരൂപത്തിലേക്ക് കൊണ്ടുവരണം. അപ്പം നമ്മളൊരു യാത്ര ചെയ്യാനുണ്ട്. ബാഹ്യമായ തലത്തിൽ നിന്നും ആന്തരിക തലത്തിലേക്ക് യാത്ര ചെയ്യാനുണ്ട്. ഇനി മനസ്സിൻ്റെ യോഗ്യതകൾ പറയാണ്. യത്തൽ സത്വഗുണം സ്വച്ഛം ശാന്തം ഭഗവതപദം യഥാഹു വാസുദേവാക്യം ചിത്തം തന്മഹതാത്മകം. ഏതൊരു മനസ്സാണോ സ്വച്ഛം, ശാന്തം, സത്വഗുണം, ഈ മൂന്നെണ്ണം എന്തൊക്കെയാണ്? സത്വഗുണമുള്ള മനസ്സെന്ന് പറയുന്നത് ശാന്തം, സ്വച്ഛം. സ്വച്ഛം എന്ന് പറഞ്ഞാൽ ശുചിത്വം എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് മൈൻഡ് എന്നർത്ഥം. ഒന്നിനോട് മുട്ടിപ്പിടിക്കാത്ത മനസ്സിനെയാണ് ശുചിത്വമുള്ള മനസ്സ്. സുഖത്തിനോട് മുട്ടിപ്പിടിക്കരുത്, ദുഃഖത്തിനോട് മുട്ടിപ്പിടിക്കരുത്. അങ്ങനെയുള്ള മനസ്സിനെ സ്വച്ഛഗുണം, സ്വച്ഛത്വമുള്ളത് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എങ്ങനെയുള്ള മനസ്സ്? സമബുദ്ധിയുള്ള മനസ്സ്, ശാന്തം. ആ മനസ്സ് ശാന്തമായിരിക്കും. ആ മനസ്സിനെ സത്വഗുണം എന്ന് പറയുന്നു. അപ്പം മനസ്സിൽ സത്വഗുണം വരണമെങ്കിൽ എന്ത് വേണം?